കൊല്ലം കരിക്കോട് ഭർത്താവ് ഭാര്യയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. അപ്പോളോ നഗറിൽ കവിതയാണ് വീടിനുള്ളിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. പ്രതിയായ ഭർത്താവ് മധുസൂദനം പിള്ളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. കൊലപാതക കാരണം വ്യക്തമായിട്ടില്ല. സംഭവ സമയത്ത് വീട്ടിൽ ഇവരുടെ മകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കൊലപാതകം കണ്ട മകളാണ് ഭയപ്പാടോടെ ഓടി കുറച്ചകലെയുള്ള വീട്ടിൽ വിവരമറിയിച്ചത്. പിന്നീട് ഇവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇരുവരും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാകുന്നത് ഇതുവരെ കണ്ടിട്ടില്ലെന്നും കൊലപാതക വിവരം രാവിലെയാണ് അറിഞ്ഞതെന്നും തൊട്ട അയൽവാസി പറഞ്ഞു. അവര് ഇവിടെ ഇപ്പം വസ്തു മേടിച്ച് വീട് ഇവിടെ തൊട്ടടുത്തുള്ളവരാണ്, നമ്മൾ ഏറ്റവും പരിചയമുള്ളവരാണ്. ഒരു കുടുംബ പ്രശ്നം എന്താണെന്ന് അറിയാൻ വയ്യ. ഇവിടെ 2 ദിവസം തന്നെ അവർ കുടുംബ പ്രശ്നമല്ലേ, അവരെന്തായാലും അത് വെളിയിലോട്ടങ്ങ് വന്നിട്ടുമില്ല പ്രശ്നങ്ങൾ. കക്ഷിക്ക് പരിപ്പിൻ്റെ ബ്രോക്കർ പണിയാണ് കല്ലും താഴെ. ഇവിടെ എല്ലാ കൂട്ടുകാരായിട്ടും വലിയ അടുപ്പമാണ്. പിന്നെ ഏത് സമയത്ത് എന്തോ സംഭവിച്ചതെന്നൊന്നും അറിയാൻ പറ്റില്ല. രാത്രി 12 മണിക്കങ്ങണ്ടാന്ന് ഇവിടെ ബഹളം കേട്ടെന്ന് പറയും. ബഹളമൊന്നും കേട്ടില്ല, പട്ടി കുറച്ച് അങ്ങനെ ഞാൻ ലൈറ്റിട്ടിട്ടും കക്ഷിയെ എന്താണെന്നറിയാൻ പറ്റും. അങ്ങനെ ഞാൻ കയറി കിടന്ന് രണ്ടാമതും പട്ടി കുറയ്ക്കാതെ ലൈറ്റിട്ട് അങ്ങനെ എനിക്ക് അപ്പുറത്തൊരു കൊച്ചൊരു ചായ ഒഴുപ്പ് കിടക്കണം. അങ്ങനെ 4 മണിക്ക് 4:30 ആകുമ്പോൾ പോയി. 5 മണിയായപ്പം വേറൊരു കക്ഷി നിങ്ങൾ അയലത്തൊരു സംഭവം നിങ്ങൾ അറിഞ്ഞില്ലോ എന്ന് ചോദിച്ചു. അല്ല ഞാൻ പറഞ്ഞാൽ എന്തു, അപ്പോഴത്തെ നമ്മളെ ഞെട്ടിപ്പോയി. കാര്യം ആ കൊച്ചും ആ രീതിയിലാണ്, അവനും ആ രീതിയിലാണ്. കുടുംബ പ്രശ്നം എന്തുവാണ് ഒന്നും അറിയാൻ വയ്യ. ഇന്നലെ കണ്ടിരുന്നു. ഇന്നലെ എപ്പോഴും വണ്ടി പോകുന്നതെന്ന് കണ്ട്. ഞാൻ ആ റോഡ് സൈഡാണ്, എൻ്റെ ഒരു കൊച്ചു കടയുണ്ട്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ സ്കൂട്ടറിൽ പോകുന്നുണ്ട്. ഒരു തമ്മി അങ്ങനൊരു പ്രശ്നം നമ്മളിവിടെ ഞാൻ ചോറുണ്ടാൻ വരുമ്പോഴും ഇവിടെയൊക്കെ നിൽക്കുമ്പോഴും ഒരു സംസാരമോ മറ്റൊന്നും ബിരോമിയും കിടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എന്തുവാന്ന് ഒന്നും അറിയാം എനിക്ക്. ഇനി അവർക്ക് അമ്മ അറിയാം. രാവിലെയാണ് അറിഞ്ഞത്. രാവിലെ 5 മണിക്കാണ് ഞാൻ അറിയാം. കശുവണ്ടി വ്യാപാരവുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനാണ് മധുസൂദനൻ പിള്ള. കവിതയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി.